അതിൽ ഒരു പെണ്ണ് ഇവിടെ നോക്കി ഭായ് ഓലെടുക്കി കൈസേ കൊടുത്തോടുത്തോടുത്തോടുത്തോട്. അയാളെ ബാഗ് എടുക്കാൻ വന്നിട്ട് അയാളെ ആ കൊരങ്ങനോട് ചൂടാക്കാണ്. എന്തോ നല്ലെന്തോ സാധനം അടിച്ചു. നമ്മളിപ്പോ ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ എന്താണ് മൈര പോയിന്റ് എന്ന് പേരുള്ള ഈ പോയിന്റ് നമുക്ക് കാണാൻ കഴിയോ? ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നത് ഇതാ ഈ ടോയ് ട്രെയിനാണ്. ടോയ് ട്രെയിന് മെല്ലെയാണ് ഇത് പോവുള്ളൂ. ഞാൻ നേരത്തെ അവിടെ നിർത്തിയിട്ട ട്രെയിൻ കാണിച്ചു തന്നില്ലേ, കാട്ടിൽ കൂടെ ഉള്ളിലൂടെ പോണ ട്രെയിന്. അപ്പോൾ ഇതാ ഇപ്പോഴാണ് ഇത് കുറച്ചു നേരം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും ഇതിൻ്റെ ഒരു സമയമുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ പോവുകയാണ്. ഇതിൽ ഞാൻ ടിക്കറ്റ് എടുക്കാൻ നിന്നിനി, പക്ഷേ ഇതിൽ ആൾക്കാർ ഫുള്ളാണ്. ഇപ്പോൾ ആൾക്കാർ ഫുള്ളായതുകൊണ്ട് ഇത് ടിക്കറ്റ് കിട്ടിയില്ല. ഉണ്ടോ, ഫുള്ള് ആൾക്കാരാണ്. ആൾക്കാരൊക്കെ കൊണ്ട് നിറഞ്ഞാണ്. ഹായ്, ആൾക്കാരൊക്കെ ആൾക്കാർ ഇതിങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ നോക്കണണ്ടാ ഓരോരുത്തര്. ഇത് ഇത്ര പെട്ടെന്ന് ഫുള്ളായിപ്പോയി. ഞാൻ അവിടെ സ്ഥലമൊക്കെ ഹായ് ട്രെയിനിൽ പോകുമ്പോൾ ഓരോരുത്തരുണ്ട് ഹായ് വരണേ. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ട്രെയിനാണ്. ഇതിലുണ്ടോ ഇതിൽ ഫുൾ സീറ്റ് ഫുള്ള് ബുക്കഡാണ്. അപ്പോൾ സീറ്റ് അവിടുന്ന് ആദ്യം ബുക്ക് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ, നമ്മൾ പോണ സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുള്ളൂ. നമ്മൾ ബാക്കിലൂടെ അങ്ങനെ നടന്നു പോയാ വിചാരിച്ച്, ട്രെയിനിന്റെ ബാക്കിൽ നടക്കണമായിട്ട് തന്നെ ട്രെയിന്. ഞാൻ വരുന്ന സമയത്ത് ഇവിടുന്ന് നമ്മളിപ്പോൾ ഈ ട്രെയിൻ പോകുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇനി രാത്രി ഇനി ആരെയും ഒന്നും ഇതാക്കാൻ കഴിയൂല. എന്താണ് നടക്കാൻ ഒറ്റയ്ക്ക് ഒരു പേടിയുണ്ടായിന്, കാരണം ഫുള്ള് രാത്രി ഇനി. ഇപ്പോൾ ചെക്കന്മാരുള്ളതുകൊണ്ട് കൂടെ അങ്ങനെ നടക്കാൻ രസമല്ലേ വിചാരിച്ച് നടക്കാണ്. ആ ട്രെയിൻ ഇത്ര സ്പീഡിലാണ് പോവുള്ളൂ. ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോയ് ട്രെയിൻ കാണുന്നത്. ഊട്ടിയിൽ ഈ ടോയ് ട്രെയിൻ ഉണ്ടെന്ന് കേട്ടണ്. അപ്പോൾ ഞാനിതുവരെ ഊട്ടിയിലത്തെ ടോയ് ട്രെയിൻ ആയാലും ഞാനൊന്നും കണ്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ടോയ് ട്രെയിൻ കാണുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ. ഇന്ന് രാവിലെ നമ്മൾ നീച്ചപ്പോൾ തന്നെ കണ്ടിന്, നല്ല മഞ്ഞിൽ മൂടിയിട്ട് നിൽക്കുന്ന ടോയ് ട്രെയിനാണ്. ചലിക്കുന്നത് നമ്മളിപ്പോഴാണ് കാണുന്നത്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ട്രെയിനിന് പോകേണ്ടവർക്ക് ട്രെയിനിന് പോവാം. എന്താ കുതിരയിൽ പോകേണ്ടവർക്ക് കുതിരയിൽ പോവാം. പിന്നെ ഇവിടെ ഇത് പറ്റൂല എന്നാണ്, വേറെയുള്ള വണ്ടികളൊന്നും പറ്റൂല എന്നാണ്. കാരണം ഭയങ്കര ഫുൾ പക്ക നാച്ചുറൽ ആയതുകൊണ്ട് ഇവിടെ പുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ യാത്രക്കാരും പിന്നെ ഇവിടെ കുറേ ജോലിക്കാരുള്ള കാരണത്താൽ ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് ഒരു 2-3 ഓട്ടോറിക്ഷ, അതും ഇലക്ട്രിക്കിൻ്റെ ഓട്ടോറിക്ഷ അനുവദിച്ചാണ്. അതിലാണ് നമ്മൾ നേരത്തെ ഇവിടെ എത്തിയത്. ഇന്നലെ രാത്രി വരുമ്പോൾ ഇവിടെ എത്തിയത് ഓട്ടോറിക്ഷയിലൂടെയാണ്. ഇപ്പോൾ റെയിൽമേ കൂടെ തിരിച്ചു പോവാണ്. ഫുള്ള് നടത്തം തന്നെ, നല്ല നടക്കണേന് കാര്യമുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല, ഈ എന്താണ് റെയിൽമേ കൂടെ ഇതുപോലെ നടക്കണതും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കണ്ടോ, ഒരുപാട് ആളുകൾ. എന്താണ് ഇത് ഭയങ്കര രസമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കാരണം ട്രെയിനിൻ്റെ വഴിയാണ്. കാരണം 2 കാടുകൾക്കിടയിലൂടെ ഇങ്ങനെ നല്ല രസമായിട്ട് പോകാമല്ലോ. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഈ റൂട്ട് നമ്മൾ ഈ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല നല്ല അടിപൊളി വാൾപേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. 2 കാടുകൾക്കിടയിലുള്ള ട്രെയിനിൻ്റെ ഫോട്ടോ. അതൊരു പക്ഷേ ഇവിടെ നിന്നുള്ള ഫോട്ടോ ആയിരിക്കും. ഇവിടെ ഉണ്ടോ കുടുംബശ്രീ ആൾക്കാരാവുന്നുണ്ട്. ഇവിടെ എന്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ പണിക്കണുണ്ടോ, ഈ ഇത് വാരുക, അങ്ങനത്തെ വൃത്തിയാക്കുക, ചെടികൾ ആക്കുക. ഉണ്ടോ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഒക്കെ അത്ര എളുപ്പമുള്ള പ്രായമുള്ളതാണ്. ഉണ്ടാ ഹായ് അച്ഛായേ അച്ഛായേ मैं केरला। आप महाराष्ट्र इधर ही है? ओके।
നമ്മളിപ്പോൾ ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ എന്താണ് മൈര പോയിന്റ് എന്ന് പേരുള്ള ഈ പോയിന്റ് നമുക്ക് കാണാൻ കഴിയോ? ഇല്ലല്ലോ. അതാ പറഞ്ഞത്. ചിലപ്പോൾ ചിലത് ഒഴിവാക്കണം നല്ലതായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് കിട്ടാൻ എന്തുണ്ടാവും, ഇതാ ഈ മൈര പോയിന്റ് കാണാൻ വേണ്ടി മാത്രമായിരിക്കും. മനസ്സിലായ? അയാളെ ബാഗ് എടുക്കാൻ വന്നിട്ട് അയാളെ ആ കുരങ്ങനോട് ചൂടാക്കാണ്. എന്തോ നല്ലെന്തോ സാധനം അടിച്ചു അയാളെ അറ്റാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഗൈസ് ദാ വേറെ സിംഹവാലക്കുരങ്ങ്. സിംഹവാലക്കുരങ്ങ് അറ്റാക്ക് കരേगा? ഓ ഇത് ഇപ്പോൾ സിംഹവാലക്കുരങ്ങനാണ്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, വേഗം ആക്രമിക്കും. അതിൻ്റെ മുഖം കണ്ട, മുഖം കണ്ടിട്ട് തന്നെ പേടിയാണ് മോനെ. നോക്കിയാ നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന അവർ പറയണേ. നേരത്തെ നമ്മൾ കണ്ട ആ ട്രെയിനല്ലേ കാട്ടിൽ കൂടെ അങ്ങോട്ട് പോയ ആ ട്രെയിൻ ഇതാ തിരിച്ചു വരുന്നേ. ഇതാ നല്ല രസമുണ്ട്. വരവ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. വലിയ അപകടമൊന്നും പറ്റുന്നില്ല. ഈ ബായിക്ക് അതിൻ്റെ മുമ്പ് പോയിക്കണേ. അച്ഛാ ആ ട്രെയിൻ പോയപ്പോൾ അതിൽ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ടാറ്റോ എടുത്ത് അതിലുള്ളവരോട്. അതിൽ ഒരു പെണ്ണ് ഇവിടെ നോക്കി ഭായ് ഓലെടുക്കി കൈസേ എടുത്തോടുത്തോടുത്തോടുത്തോട്. ആ ട്രെയിനിൽ ഇപ്പോൾ പോയവർക്ക് നല്ല ഫീൽ കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താണ് ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ പോകുമ്പോൾ ഭയങ്കര നല്ല രസം ഉണ്ടാവും. നോക്കി ചുറ്റോടിറ്റും മഞ്ഞും അതിൻ്റെ ഇടയിൽ ഒരു നല്ല റെയിൽവേ സ്റ്റേഷനും. റെയിൽവേ സ്റ്റേഷൻ എന്ന് പിന്നെയും പറയും, റെയിൽപാത. ആൾക്കാർ നടന്നു തരണണ്ട. ഓ മോനെ. ഭായി ആപ് കിധർ ഹൈ ഭായി? ഇത് ക്യാമറയിൽ കണ്ടാ പോരട്ടാ. ഇത് ശരിക്കും ഇപ്പം എങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് കാണുക? ഞാൻ മലയാളി ആയതുകൊണ്ട് ഇത് ഇവർക്ക് ലാംഗ്വേജ് നെയ് സംജ. മലയാളിയേ? ഓ ജന്നാത്ത്. ഇതിപ്പോൾ നമ്മളുള്ളത് ഇത് ഈ ടോയ് ട്രെയിൻ. ടോയ് ട്രെയിൻ ഇല്ലേ നമ്മളിതാ ഈ വരുന്ന സാധനം, ഈ വരുന്ന സാധനത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ആട്ടാ. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ അങ്ങനെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ കാടിൻ്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒന്ന് മാത്തേരാൻ, ഒന്ന് അമൻലോഡ്. ഇതിൽ ആൾക്കാരല്ലട്ടാ, ഇതിൽ ഇങ്ങനത്തെ കല്ല്, അങ്ങനത്തെ ഇരുമ്പ്, ഇത് എന്താണ് ഗുഡ്സിൻ്റെ സാധനമാണ്. നല്ല വെയിറ്റുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനമാണ്. ഇവിടെ ഇഷ്ടമായൊരു ഒരു കുതിര ഉണ്ടല്ലോ, നല്ല ബിസിനസ്സാണ്. ഇവിടെ ഒരു കുതിരനെ വാങ്ങിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അതില്ലേ. എന്നിട്ട് എന്നിട്ട് ആൾക്കാർക്ക് എന്താണ് 3 കുതിരനെ കയറ്റി ആൾക്കാർക്ക് ഇഷ്ടമായൊരു കുതിര ഉണ്ട് ഇവിടെ. കാരണം അത് പക്ക നാച്ചുറൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഈ പുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെച്ചിട്ട് ഈ നല്ല മനോഹരമായ ചെടികളെ കേടെടുത്തരുത്. അതുകൊണ്ടാണെന്ന് തോന്നണേ. എന്താ ചെക്കന്മാരും ഒക്കെ കുതിരനായിട്ട് ഇറങ്ങിയത്. നമ്മളെ മദേരാൻ്റെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിപ്പോൾ ഇന്നലെ രാത്രി വന്ന സ്ഥലത്തെത്തി.
ഇതാ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ ഫുള്ള് അവസാനിച്ച്. ഇനി ഇവിടുന്ന് ഒരു ടാക്സി ഇന്നലെ വന്ന പോലെ ഇവിടെ ടാക്സി എടുത്തിട്ട് 100 റുപ്യ കൊടുത്തിട്ട് ടാക്സി പിടിച്ചിട്ട് അടിയിൽ പോകണം. അടിയിൽ പോയാൽ എന്നിട്ട് അവിടുന്ന് നേരളിൽ എത്തണം. എന്നിട്ട് നേരളിൽ നിന്നാണ് ഞാൻ അടുത്ത പ്ലേസുകളുള്ള സ്ഥലത്തേക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പം ഓക്കെ, വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.